ായിരുന്നു അന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? നീ ഇതുകൊണ്ടെങ്കിൽ എന്നാ മതി, അങ്ങനെ തന്നെ പിടിച്ച് നെറ്റിയിലോട്ടി. ഹലോ ഹലോ, ഞാൻ തേജസ് എന്നാണ് വിളിക്കുന്നത്. ഒരു ബി പോസിറ്റീവ് ബ്ലഡിന്റെ അർജന്റ് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. ഒന്ന് RCCയിലേക്ക് വരാവോ? ഓക്കെ, പിന്നെന്താ? താങ്ക് യു. അളിയാ, നിന്റെ ബൈക്കിന്റെ താക്കോലൊന്നും തന്നടാ. എന്നിട്ട് വെച്ചാൽ എടാ, RCC വരെ പോകാനായിട്ട് ഒരു ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായിരുന്നു. ഓ, എന്നാ പിന്നെ ഞാനും വരാം. ആണോ? അങ്ങനെയാണെടാ, നീ ആനന്ദിനെയും ശ്രീധനെയും കൂടെ വിളിച്ചോ, അവരോട് ബൈക്ക് കൂടെ എടുക്കാൻ പറ. ഓക്കേടാ. അതെ ആനന്ദ്, ഞങ്ങളെന്നാ വിട്ടേക്കോ, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ടേ. എടാ വാപ്പോ. അതെ, നമുക്ക് നേരെ പ്രകൃതിയുടെ പരിപാടിക്ക് വിട്ടേക്കാം. ഷീബ വിളിച്ചായിരുന്നു, കൂട് പൊട്ടിയെന്ന് പറഞ്ഞു. ഓണല്ലേ, ബോംബൊന്നുമല്ലല്ലോ. അവളോട് കമന്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ പറ. എന്നാ പിന്നെ നമുക്ക് വിത്ത് വാങ്ങാൻ പോയേക്കാം. എന്നാ നമുക്ക് ഓഫീസിലേക്ക് പോയേക്കാം. അപ്പൊ ഭക്ഷണം കഴിക്കണ്ടേ? ഓ, ഇപ്പൊ മണി 3 ഇനി രാത്രി കഴിക്കാം, അതാണല്ലോ ശീലം. അളിയ മറന്നു, ബുക്ക് ഡൊണേഷൻ ക്യാമ്പയിൻ. എടാ, നിന്റെ ഉപകാരപ്രദമായ ബുക്ക് വല്ലതും ഇരിപ്പുണ്ടോ? പിന്നല്ല. സിമ്പിൾ. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ സേഫ്. ജാവ വളരെ സേഫാണ്. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ സുകേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പട്ടി കടിച്ചതിന് തെളിവുമായി വരുന്നവർക്ക് ചികിത്സാ സഹായം നൽകുമെന്ന് പത്മിനി. ചേടാ, ഒരു പട്ടി കടിച്ചിരുന്ന പത്മിനി കുറച്ച് പൈസ തന്നെ. ടെക്നോ പാർക്കിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി നാരദൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. നാരദനെ കേൾക്കാമോ? നാരദൻ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? നാരായണ നാരായണ. സുകേഷ്, നോം ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്കായ ടെക്നോ പാർക്കിൽ ഓണാഘോഷങ്ങൾ ഗംഭീരമായി തന്നെ നടക്കുകയാണ്. ഇത്തവണ ഒട്ടേറെ നല്ല പ്രവർത്തികൾ ചെയ്താണ് ടെക്കികൾ ഓണം ആഘോഷിക്കുന്നത്. നന്ദി നാരദൻ. മറ്റെന്തൊക്കെയാണ് അവിടുത്തെ പുതിയ വിശേഷങ്ങൾ? നാരായണ നാരായണ. പഴയകാല ഓർമ്മകളുടെ ഒരു തിരിഞ്ഞു നോട്ടം എന്ന പോലെ തന്നെ മാവേലിയുടെയും മറ്റു കഥാപാത്രങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നാം ഇവിടെ പ്രതീക്ഷിക്കുന്നു. നന്ദി നാരദൻ. ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. മച്ചാനെ, ഞാൻ അപ്രൈസൽ മീറ്റിങ്ങിന് പോവാ. ഇന്ന് ഞാൻ പൊളിക്കും. അമ്പട കേമാ സണ്ണി കുട്ട. You know, you were very late for today's meeting. Also, you didn't fill the time sheet of tomorrow. Your code system out completely. So, you are a very okay performer. നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്യുന്നവർക്കും മറ്റുള്ളവരെ സഹായിക്കുന്നവർക്കും ഒരുപക്ഷെ സ്വയം വലിയവരാകാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ അവരുടെ നന്മകളെ ലോകം എന്നും ഓർക്കും. ഈ തിരുവോണ നാളിൽ മഹാബലിയെ നാം ഓർക്കുന്നത് പോലെ അവരും അവരുടെ നന്മകളും ആശയങ്ങളും തലമുറകളോളം നിലനിൽക്കും.